ബാറുകൾ നേരത്തെ തുറക്കുന്നുവെന്ന എക്സൈസ് മന്ത്രിയുടെ പരാതിക്ക് പിന്നാലെ സമയക്രമത്തിൽ കർശന നിർദ്ദേശവുമായി എക്സൈസ് കമ്മീഷണർ. ബാറുകളുടെ പ്രവർത്തനം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാർ നേരിട്ട് പരിശോധിക്കണം. നേരത്തെ തുറക്കുന്ന ബാറുകളുടെ ലൈസൻസ് റദ്ദാക്കാനും നിർദ്ദേശം. വീഴ്ച വരുത്തിയാൽ ജില്ലാ ഓഫീസർമാർക്കെതിരെ നടപടിയുണ്ടാകും. വിവരങ്ങളുമായി ദേവൻ ചേരുന്നുണ്ട്. ദേവൻ, ബാറുകൾ നേരത്തെ തുറക്കുന്നു എന്നുള്ള വിമർശനം, പരാതി അത് മന്ത്രി തന്നെ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം അതിൽ ഒരു നടപടി ഉണ്ടാവുകയാണോ? തീർച്ചയായും ഹർഷൻ, അങ്ങനെ തന്നെയാണ്. ബാറുകൾ നേരത്തെ തുറക്കുന്നുവെന്ന എക്സൈസ് മന്ത്രിയുടെ പരാതി അത് ഉദ്യോഗസ്ഥരുമായി ഉണ്ടായിരുന്ന ഒരു യോഗത്തിനിടയിൽ പരസ്യമായി തന്നെ മന്ത്രി ഉന്നയിക്കുകയായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കർശന നിർദ്ദേശവുമായി എക്സൈസ് കമ്മീഷണർ സാംബശിവറാവു എത്തിയിരിക്കുന്നത്. ബാറുകളുടെ പ്രവർത്തനം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാർ നേരിട്ട് പരിശോധിക്കണമെന്നാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ എക്സൈസ് കമ്മീഷണർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ തുറക്കുന്ന ബാറുകളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതായത് ബാറുകളുടെ പ്രവർത്തന സമയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരു സമയം ക്രമീകരണം ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. ഈ സമയത്തിന് പുറമെ ഏതെങ്കിലും തരത്തിൽ ബാറുകൾ അധിക സമയം പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം ബാറുകളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനാണ് ഇപ്പോൾ എക്സൈസ് കമ്മീഷണർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വീഴ്ച വരുത്തിയാൽ അത്തരം ഉദ്യോഗസ്ഥർമാർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം കൂടി എക്സൈസ് കമ്മീഷണർ വ്യക്തമാക്കുന്നുണ്ട്. പ്രധാനമായും കോട്ടയം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നിന്നുമാണ് ഇത്തരത്തിൽ ഈ ബാറുകൾ അധിക സമയം പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു പരാതി മന്ത്രിക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് എക്സൈസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. അത് ഈ ഓണക്കാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ എക്സൈസ് വകുപ്പ് നടപ്പിലാക്കേണ്ട ഈ പദ്ധതികളുടെ എല്ലാം ഒരു അവലോകന യോഗവും, മാത്രമല്ല കഴിഞ്ഞ 2 മാസത്തിനിടയിൽ എക്സൈസ് നടത്തിയ ഈ പരിശോധനകളുടെ ഒപ്പം തന്നെ എക്സൈസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന നടപടികളുടെ എല്ലാം തന്നെ ഒരു വിലയിരുത്തൽ കൂടിയായിരുന്നു. ഈ യോഗത്തിൽ മാധ്യമപ്രവർത്തകർ അടക്കം നിൽക്കുന്ന സമയത്ത് തന്നെയാണ് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു ഇത്തരം ഒരു പരാതി അല്ലെങ്കിൽ ഒരു വിമർശനം ഈ ഉദ്യോഗസ്ഥർക്ക് മേൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. പല ഉദ്യോഗസ്ഥരും ഈ പറയുന്നത് പോലെ തന്നെ ബാറുകളിൽ നേരിട്ടെത്തി കേസ് കണക്കിന് മദ്യം തിരികെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം ഒരു പരാതി ഈ ബാർ ഉടമകൾ തന്നെ മന്ത്രിയെ നേരിട്ട് അറിയിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അവിടെ വെച്ച് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മറുപടിയായി തന്നെ അവിടെ വെച്ച് തന്നെ മന്ത്രി പറഞ്ഞത്, ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഉദ്യോഗസ്ഥർ അവിടെ ബാറുകളിൽ എത്തി മദ്യം ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത്തരം ഉദ്യോഗസ്ഥരെ നിങ്ങൾ ബാർ ഉടമകൾ തന്നെ ക്യാമറ വെച്ചുകൊണ്ട് തന്നെ അത് ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്ത് മന്ത്രിക്ക് നൽകിയാൽ അവർക്കെതിരെ കർശന നടപടി ഉണ്ടാക്കുമെന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലപ്പോഴും ഈ പറയുന്ന പോലെ തന്നെ ബാറുകളിൽ ഈ എക്സൈസ് പരിശോധന നടത്തുന്നത് കൃത്യമല്ല എന്നുള്ളൊരു പരാതി എപ്പോഴും ഉയർന്നു കേൾക്കുന്നതാണ്. ഈ പറയുന്ന പോലെ തന്നെ ബാറുകളിൽ നിന്നും അല്ലെങ്കിൽ ബാർ ഉടമകളിൽ നിന്നും കൈക്കൂലി വാങ്ങുന്ന ഒരു കാര്യമെല്ലാം തന്നെ പലപ്പോഴും ഉയർന്നു കേൾക്കുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും അത്തരം നടപടികളുമായി ഈ സർക്കാരിന്റെ കാലത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ എക്സൈസ് കമ്മീഷണർ ഈ പറയുന്ന ഈ ബാറുകളുടെ പ്രവർത്തന സമയത്തിൽ കൃത്യമായ ഒരു പരിശോധന ഉണ്ടാക്കണമെന്നുള്ള കാര്യം ഉദ്യോഗസ്ഥർക്ക് ഒരു നിർദ്ദേശമായി നൽകിയിരിക്കുന്നത്. ഹർഷൻ, ദേവൻ എം പിയാണ് വിവരങ്ങൾ നൽകിയത്.